നമസ്കാരം. ഇപ്പം നമ്മുടെ തത്സമയ സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഇവിടെ തന്നെയുള്ള ഏഞ്ചൽ വില്ലേജിലെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. പേര് തന്നെ ബ്രില്യൻ്റ് എന്നാണ്. ബ്രില്യൻ്റ് നമുക്ക് ഈ 3 ദിവസം, ഇപ്പം 4ാം ദിവസമാണ്. 4ാം ദിവസം ഇതിപ്പം അതിൻ്റെ സെറമണിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. ശരിക്കും നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റാച്യു ഉണ്ടല്ലോ, അഗ്നിച്ചിറകുകൾ എന്ന് പറഞ്ഞിട്ടൊരു പരുന്തിൻ്റെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയും കൂടെ നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാം അല്ലേ? വികസിത രാജ്യമായിട്ട് ഇന്ത്യ ഇങ്ങനെ അഗ്നിച്ചിറകുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള, നമ്മളെപ്പോഴും പറയും ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർ എന്ന് പറയും. ദിസ് ഈസ് അവർ എബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഡിസേബിൾ അല്ല, നോട്ട് ഡിസേബിൾഡ് ചിൽഡ്രനെ എങ്ങനെ ചേർത്ത് പിടിക്കണം എന്ന് കാണിച്ചു തരുന്ന ഏറ്റവും വലിയൊരു മികവ് ഉത്സവമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് ബ്രില്യൻ്റ് നന്നായിട്ട് അതിനെക്കുറിച്ചൊന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞത് എന്താണ് ഈ 3 ദിവസം കൊണ്ട് നടന്നത്? ഓക്കെ, സദ്ഗമ എന്ന് പറയുന്നത് ഒരു റീഹാബ് എക്സ്പോ ആണ്. വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടി. റീഹാബിലിറ്റേഷൻ എന്താണ്, ഡിസബിലിറ്റി എന്താണ്, അതിൻ്റെ വിവിധ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ കൊച്ചു ഗ്രാമത്തിനുള്ളിൽ നമ്മൾ ഈ കഴിഞ്ഞ 3 ദിവസമായി വളരെ ആഘോഷപൂർവ്വം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. എക്സെപ്ഷണൽ ലേണിങ്ങും ഇവിടെ കുട്ടിക്കാനം മരിയൻ കോളേജും അസംഷൻ കോളേജും സെയിൻറ്റ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളിയും കൂടി ചേർന്ന് വോളണ്ടിയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആഘോഷപൂർവ്വമായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഒരു ആശയം അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു 2 പതിറ്റാണ്ടിന് മുമ്പ് റോയച്ചൻ ഇവിടെ തുടങ്ങിയിട്ടുള്ള VKR നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ആശയത്തിൻ്റെ തുടക്കം. VKR അതുപോലെ തന്നെ എനിക്കൊന്ന് ഏഞ്ചൽ വില്ലേജും കൂടെ തുടങ്ങിയത് ഒരു എക്സിബിഷൻ മാത്രം സങ്കല്പിച്ചാണോ അച്ഛൻ ഇത് തുടങ്ങിയത്? ഇതിപ്പോൾ ഒരു വേറൊരു ഡെവലപ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഇതൊരു എക്സിബിഷൻ ഒരു നിമിത്തമോ ഒരു അവസരമോ മാത്രമായിട്ടാണ് നമ്മൾ കാണുക. ഭിന്നശേഷിയുള്ളവർ സമൂഹത്തിൽ ചേർത്തുപിടുത്തേണ്ടവരാണ് എന്നുള്ള വലിയൊരു സന്ദേശം പൊതുസമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം. VKR എന്നുള്ള ആ വാക്കിലും അർത്ഥം പൂർണ്ണമാണ്. VKR നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഏഞ്ചൽസ് വില്ലേജ് അതിൻ്റെ മറ്റൊന്നാണ്. ഏഞ്ചൽസ് വില്ലേജ് അതേ രീതിയിൽ തന്നെയാണ്. ഭിന്നശേഷിയുള്ളവർ മാലാഖമാരാണ്. അവരെപ്പോലെ നിഷ്കളങ്കരായവർ ഈ ലോകത്ത് മറ്റാരുമില്ല. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുവാൻ, അവരുടെ മാതാപിതാക്കന്മാർക്ക് സപ്പോർട്ട് കൊടുക്കുവാൻ, അതിന് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുവാനുള്ള വലിയൊരു ദൗത്യം നമുക്കുണ്ട്. പലപ്പോഴും ഇവിടെ സ്പെഷ്യൽ സ്കൂളിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് 12 വ്യത്യസ്തങ്ങളായ സർവീസുകളാണ് ബുദ്ധിപരമായ പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏർലി ഇൻ്റർവെൻഷന് വേണ്ടിയുള്ള ഏഞ്ചൽസ് ഗാർഡൻ എന്നുള്ള തെറാപ്പി സംവിധാനം. അത് എക്സെപ്ഷണൽ ലേണിങ്ങിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത് ആശാനിലയം സ്പെഷ്യൽ സ്കൂളാണ്. ആശാനിലയം സ്പെഷ്യൽ സ്കൂള് 46 വർഷമായി ആരംഭിച്ചിട്ട് ഈ കോമോഡിലേക്ക് വന്നിട്ട് 3 വർഷമേ ആയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. തുടർന്ന് നമുക്ക് 2 തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളുണ്ട്. ആശ്വാസ് വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്റർ എന്ന പേരിൽ ഒന്ന്, മറ്റൊന്നൊരു ഫാം സ്കൂളാണ്. കൃഷിയും ആനിമൽ ഹസ്ബൻഡറിക്കും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയും പെറ്റ് തെറാപ്പി, ഹഗ്ഗിങ് ദ ട്രീ തുടങ്ങിയുള്ള നാച്ചുറൽ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടുത്തെ സർവീസുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. കൂടാതെ നമുക്ക് 4 ബോർഡിങ്ങുകളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഇവിടുത്തെ സർവീസ് എന്ന് പറയുന്നത് ബുദ്ധിപരമായ പരിമിതിയുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സാണ്. ഏഞ്ചൽസ് ഹോംസ്. 18 വീടുകൾ നമുക്ക് ഇവിടെയുണ്ട്. ഈ മാതാപിതാക്കന്മാർ തങ്ങൾ മരിച്ചാൽ അവിടെ മക്കൾക്ക് ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണിത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കും. വീണ്ടും നമ്മൾ ഇവിടെ കാണുന്ന ഏഞ്ചൽ ഷോപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ബിസിനസ് സ്ഥാപനം മാത്രമല്ല, നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടാൽ അവർക്ക് വേണ്ട പരിചരണം അല്ലെങ്കിൽ അവസരം വേണ്ട സമയത്ത് കൊടുത്താൽ അവരെ മുഖ്യധാരയിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് വലിയ സത്യം. 3 കുട്ടികളിവിടെ വെറുതെ സർവീസ് ചെയ്യുകയല്ല, ജോലി ചെയ്യുകയാണ്. അവർക്ക് വേതനം നൽകുന്നതാണ്. ഇവിടെ നമുക്ക് കാഞ്ഞിരപ്പള്ളി മറ്റൊരു കട കൂടിയാണ്. ഇങ്ങനെ 12 വ്യത്യസ്തങ്ങളായ സർവീസുകൾ ഇവർക്ക് വേണ്ടി നൽകുമ്പോഴും ടു ടൂം അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ മരണം വരെ അവരെ നമ്മൾ കൂടെ നിന്ന് ഓരം ചേർന്ന് കൈപിടിച്ച് വളർത്തണം എന്നുള്ള വലിയൊരു ആശയം വിവിധ തരത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമെന്ന നിലയിലാണ് ജനറൽ പബ്ലിക്കിനെ ഒപ്പം മാതാപിതാക്കന്മാർ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു മാതാപിതാക്കന്മാർക്ക് സന്ദേശം കൊടുക്കുവാൻ, പൊതുസമൂഹത്തെ അവെയർ ചെയ്യുക അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഒരു ഡോക്ടർ കൂടിയാണ്. സമൂഹത്തിൽ ഇപ്പം ഇങ്ങനൊരു കാര്യം നടക്കുമ്പം എങ്ങനെയാണ് ഇതിനെ സമൂഹം ഏറ്റെടുത്തതായിട്ട് കാണുന്നത്? ഇപ്പം സാധാരണ രീതിയിൽ ഒരു കുട്ടി ഉണ്ടായാലും ഒരു ഡോക്ടർക്കാണെങ്കിലും ഏതെങ്കിലും ഒരു തെറാപ്പി സെൻറ്ററിൽ പോവുക എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് അവർക്കൊന്നും പറഞ്ഞു തരാനും അവർ ആ
ആക്ച്വലി അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നില്ല. അപ്പോൾ ഒരു തെറാപ്പി സെൻറ്ററിൽ വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു പേഷ്യൻ്റ് ഒരു തെറാപ്പി സെൻറ്ററിൽ വരുമ്പോൾ ഒരു കൊച്ചുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയൊക്കെ പോകണം എന്നുള്ള കംപ്ലീറ്റ് ഈ ഒരു എക്സ്പോയിലൂടെ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അവരെ ആരാണ് സ്വീകരിക്കേണ്ടത്, ഇവിടെയുള്ള ഏതൊക്കെ തെറാപ്പി മുറകളുണ്ട്, ആ തെറാപ്പികളൊക്കെ എടുത്തു കഴിയുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒരൊറ്റ വാക്കിൽ തെറാപ്പി എന്ന് പറയാതെ അതിൻ്റെ അകത്തെല്ലാം സബ് ഡിവിഷൻസ് ഉണ്ട്. സ്പീച്ച് തെറാപ്പി, ഓക്യുപ്പേഷൻ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷന്, സെൻസറി, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ഡിവിഷനൊക്കെ എല്ലാം മനസ്സിലാക്കുവാണ് ഈ എക്സ്പോയിലൂടെ. അതാണ് നമ്മൾ ഇത് ലോകത്തെ അറിയിക്കുകയാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഇത് ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ നടക്കുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് മലനാട് ജീവി ഇന്ത്യയിലെ ഫസ്റ്റ് NGO മീഡിയ എന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അത് ജോണർ തന്നെ ജീവകാരുണ്യം അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ത്രൂ മീഡിയ എന്നുള്ള കോൺസെപ്റ്റിലാണ്. അപ്പോൾ എനിക്കൊന്ന് റിലയൻസിലെ GM കൂടിയായിരുന്ന ജോയ് സാറ് ബോംബെയിൽ വെച്ചിട്ട് നമ്മളെ ബൈ ചാൻസ് പരിചയപ്പെട്ടതാണ് അല്ലേ, ഓൺലൈൻ വഴി. സാറ് ശരിക്കും മലനാടിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാനും തോന്നിയത് എന്തുകൊണ്ടാണ്? ഇത് നല്ലൊരു വിദ്യാഭ്യാസ രീതിയിലുള്ള ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ മെൻ്റലി ചലഞ്ച്, ഇൻ്റലക്ച്വലി ചലഞ്ചായിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്ക് കിട്ടാവുന്ന വിദ്യാഭ്യാസങ്ങളും അതുപോലെ അവർക്ക് പിന്നീട് അവർക്കൊരു തൊഴിൽ അവസരങ്ങൾ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു നല്ല പ്രസ്ഥാനം. ഞാനിവിടെ ഒരു മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ റോയിച്ചനെ കണ്ടിരുന്നു. ഈ ഏഞ്ചൽസ് വില്ലേജ് അല്ലെങ്കിൽ മാലാഖമാരുടെ ഗ്രാമം, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവർ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ചിൽഡ്രന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അവർക്കുള്ള എഡ്യൂക്കേഷനും അവർക്കുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും അവരെ എൻകറേജ് ചെയ്യുക, അവരുടെ പാരൻസിനെ എൻകറേജ് ചെയ്യുക, അവരെല്ലാവരും ഇൻസ്പയർ ചെയ്യുക. അത് തന്നെ സമൂഹത്തിന് നമുക്കതൊരു നല്ലൊരു മാർഗ്ഗമായിട്ട് എല്ലാവർക്കും അത് ഒരു ഇൻസ്പിറേഷൻ ആവുന്ന രീതിയിലായിട്ട് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ എപ്പോഴും നമ്മൾക്ക് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. എല്ലാ മേഖലയിലുള്ളവരും എല്ലാ തരത്തിലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. അത് നമ്മൾ ആ കുടുംബങ്ങളോടും അവരുടെ ഈ കുട്ടികളോടും ചെയ്യുന്ന വലിയൊരു അനുഗ്രഹമായിരിക്കും. എനിക്കിത് വന്നപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് ഞാനിവിടെ വന്നതെന്നുള്ള എൻ്റെ രീതിയിൽ ഞാൻ കാണുന്നത്. അപ്പോൾ അത് ഇറ്റ്സ് ഗോഡ്സ് പ്രോവിഡൻസ്. ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ വന്നു, അപ്പോൾ എനിക്കിവിടെ വരാൻ എനിക്കൊരു താല്പര്യം തോന്നി. അപ്പോൾ അത് വന്നുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ആൻഡ് ഐ ബ്ലസ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് ഫെസ്റ്റിവൽ ഓഫ് ദിസ് സത്മയ ആൻഡ് ഓൾസോ ദി എബിലിറ്റി ഫെസ്റ്റിവൽ. ആൻഡ് ഐ വിഷ് everyone and all associated, especially Roy Chen and everyone, for doing such a great effort towards this one. Thank you. Thank you very much. പ്രിൻസിപ്പാളിനെ കൊണ്ട് വിളിച്ചറിയിച്ചോ. നമ്മളിന്നിവിടെ ഒന്ന് ചേർന്നിരിക്കുന്നത് ഇവിടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് വേണ്ടി കൂടിയാണ്. ഈ ഒരു സുവർണ അവസരം എന്ന് വേണം പറയാൻ വേണ്ടി. നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭിന്നശേഷിക്കാരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കുട്ടികളും. ഇവരുടെ നാളെ എന്താകുമെന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടു പരിചയിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പബ്ലിക് ദിന സെറമണിയിലേക്ക് നമുക്കിപ്പോൾ പ്രിൻസിപ്പളിനോടുണ്ട്, പ്രിൻസിപ്പളിനെ കൂടെ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇന്നത്തെ ഈ 4ാമത്തെ ദിവസം നമ്മളിവിടെ ഈ ഒരു ആഘോഷം ഒരു മികവ് ഉത്സവമാണ് അല്ലേ. ഒരു പ്രധാന അധ്യാപിക എന്നുള്ള നിലയിൽ ഈ ഇവിടുത്തെ കുട്ടികളുടെ ആ ഒരു എൻജോയ്മെൻറ്റും എസ്പെഷ്യലി അത്തരം ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ അമ്മമാരും അച്ഛന്മാരും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തന്നെയായിരുന്നു അല്ലേ, ഒരു കാലത്ത് സൈഡ് ലൈനിലാക്കപ്പെട്ടവരാണ്. ഇവിടെ അവരെയൊക്കെ സമൂഹത്തിലെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ മികവ് ഉത്സവത്തിനെ ടീച്ചർ ഒരു പ്രധാന ഒരു അധ്യാപികയുടെ വേഷനിലൂടെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് എത്രമാത്രം ഓരം ചേരാനും അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും ഇന്ന് സമൂഹം കൂടെയുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ഇത്രയും നാളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് 4-5 ദിവസങ്ങളിലും അതിനു മുമ്പുള്ള ഞങ്ങളുടെ കുറേ ഒരുക്കങ്ങളിലുമൊക്കെ ജനസമൂഹം തന്ന സപ്പോർട്ട്. കാരണം ഞങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമ്മുടെ ഭിന്നശേഷിക്കാരുടെ അല്ലേ, അതുകൊണ്ട് ആരും അധികം സപ്പോർട്ട് ചെയ്യില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മേഖലയായിരുന്നു. പക്ഷേ ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് ജനസമൂഹം ഒന്ന് ചേർന്ന് ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ആയിട്ട് നടന്ന ജനത്തിരക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം എത്രയോ ആളുകളാണ് നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ മക്കളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു മികവുത്സവം പരിവർത്തന എന്നും പറഞ്ഞ് ഇന്നലെ നടത്തിയ പ്രോഗ്രാം ഈ സമൂഹത്തിന്, ഈ പ്രദേശത്തിന്, ഈ നാടിന് മുഴുവനും ഒരു പരിവർത്തനം തന്നെയായിട്ട് മാറുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും. ഈ ഒരു എക്സിബിഷനോട് മാത്രം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, കേരളത്തിലുടനീളം തന്നെ ഇന്ത്യയിൽ മുഴുവനും നമുക്ക് ഒത്തിരി സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വലിയൊരു ഉത്സവത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണെന്നാണ് ഞാൻ ഇതിനെ കാണുന്നത്. വളരെ സന്തോഷം. ഓക്കെ.
അറിയാലോ അല്ലേ സാർ? ഫാദർ സണ്ണി കുന്നപ്പള്ളിൽ ലോയോള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നിലവിൽ തിരുവനന്തപുരത്തെ റെക്ടറും മാനേജറുമാണ്. അച്ഛൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ തച്ചപ്പുഴ ഗ്രാമത്തിലെ ഒരു വ്യക്തിയാണ്. ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ നാട്ടിൽ വരാൻ സന്ദർഭം ഉണ്ടായപ്പോൾ അച്ഛൻ ഇവിടെ വന്ന് നമ്മളെ അനുഗ്രഹിച്ച് ഇവിടെ എല്ലാം സന്ദർശിച്ച് കണ്ട് മനസ്സിലാക്കി നമ്മളെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. ആസ് എ പ്രൗഡ് ലോയലൈറ്റ് അച്ഛ, ഐ എം ഗ്ലാഡ് ടു ഹാവ് യുവർ അഡ്രസ്. Thank you, brilliant. I'm happy to see you here. You had been our student and you're doing wonderful well. I heard from other people here now. So glad to come here. Yes, Acha. Acha, how do you think, അതായത് ഇന്ന് ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് കൂടെ തന്നെ നമ്മൾ ഈ സദ്ഗമയുടെ 4ാമത്തെ പ്രധാന ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ what do you think is the message that we are giving to the society? Brilliant. MSW അല്ലേ, സോഷ്യൽ വർക്ക് കോളേജിൽ പഠിച്ചതാണ്. ഞാനതിൻ്റെ മാനേജറാണ്. നമുക്കതിൻ്റെ പ്രാധാന്യം അറിയാം. നമുക്കറിയാം നമ്മുടെ ലോകം ഒരുപാട് വളർച്ചയിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലും നമ്മൾ ശാസ്ത്രപരമായും ടെക്നോളജിയിലെല്ലാം വളരുമ്പോഴും ഈ ലോകത്തിലെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വലിയ ഗ്രൂപ്പ് നമ്മുടെ ലോകത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ളവർ അത്തരത്തിലുള്ള ഒരു വലിയ എന്താ പറയുന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ടെന്ന് വേണേൽ പറയാം, പലപ്പോഴും ശ്രദ്ധ കിട്ടാത്തവരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത് എനിക്ക് വലിയ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തി ഒന്ന് സന്ദർശിക്കാൻ വന്നത്. ഇത് നമ്മൾ തീർച്ചയായിട്ടും സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഐ എം വെരി ഹാപ്പി. You are watching India's first NGO television, Malanadu TV India.